Good morning, students. In mobile communication, module 1, 2, 4 completed ആണ്. ഞാൻ നിങ്ങളോട് എല്ലാ തവണയും പറയുന്നൊരു കാര്യമാണ് മൊഡ്യൂൾ 4 അതൊരു ചെറിയ ടോപ്പിക്കാണ്. അതിൽ രണ്ട് എസ് എ ക്വസ്റ്റ്യൻസും 4-5 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും മാത്രമേ പഠിക്കാനുള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ മൊഡ്യൂൾ 4 പഠിക്കുക. എം സിയുടെ ഓരോ മൊഡ്യൂൾസും ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. സോ 1, 2, 3, 4 ഓർഡറിൽ പഠിക്കണം എന്നൊന്നുമില്ല. ഏത് മൊഡ്യൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ പഠിക്കാം. ഓക്കെ, സോ മൊഡ്യൂൾ 3 കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് എടുക്കാമെന്ന് വെച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. മൊഡ്യൂൾ 3 വയർലെസ് ലാൻ ടെക്നോളജി. ഓക്കെ, വയർലെസ് ലാൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്, ഒരു വയർലെസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, ഒരു സ്മോൾ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഏരിയയിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിവൈസസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വയർലെസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് വയർലെസ് ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ വയർലെസ് ലാൻ എന്ന് പറയാം, അല്ലെങ്കിൽ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ WLAN എന്നൊക്കെ പറയാം. ഓക്കെ, ഇത് ലിമിറ്റഡ് ഏരിയയിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നതും ഇപ്പോൾ ഒരു സ്മോൾ ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലബോറട്ടറി അല്ലെങ്കിൽ സ്കൂൾ, ഹോം, അവിടെയൊക്കെ ഒരു ചെറിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയർലെസ് ലാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വയർലെസ് ലാൻ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലാൻ എക്സ്റ്റൻഷൻ. 1980s വയർലെസ് ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് വരെ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആയിരുന്നു ഡയോഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിരുന്നത് ഒരു ബിൽഡിങ്ങിൽ എല്ലാ ഡിവൈസും തമ്മിൽ നെറ്റ്വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസും തമ്മിൽ ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് വളരെ ഹൈ ആയിരുന്നു. കോസ്റ്റ് മാത്രമല്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഹൈലി കോസ്റ്റ്ലി ആയിരുന്നു. ഓക്കെ, അപ്പോൾ 1980s സമയത്താണ് വയർലെസ് ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വയർലെസ് ലാൻ വന്നതോടുകൂടി ഈ കേബിൾസ് എല്ലാം റീപ്ലേസ് ചെയ്ത് നമുക്ക് വയർലെസ് കണക്ഷൻ, അവിടെ റേഡിയോ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വയർലെസ് കണക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ മെയിനായിട്ട് വയർലെസ് ലാൻ കുറച്ച് ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്ത് തുടങ്ങിയത് 1990s വൈഫൈ IEEE 802.11 സ്റ്റാൻഡേർഡ് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും വയർലെസ് ലാൻ ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, ലാൻ എക്സ്റ്റൻഷൻ വയർലെസ് ലാൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ക്രോസ് ബിൽഡിംഗ് ഇന്റർകണക്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു ഓഫീസ് 2 ബിൽഡിങ്ങിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ വയർലെസ് ലാൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ബിൽഡിങ്ങിൽ വയർലെസ്സോ ഒരു വയർഡ് ലാൻ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയർലെസ് ലാൻ ടെക്നോളജി യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, ക്രോസ് ബിൽഡിംഗ് ഇന്റർകണക്ട്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു ഓഫീസ് 2 ബിൽഡിങ്ങിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ വയർലെസ് ലാൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ബിൽഡിങ്ങിൽ വയർലെസ്സോ ഒരു വയർഡ് ലാൻ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയർലെസ് ലാൻ ടെക്നോളജി യൂസ് ചെയ്യാം. 2 ബിൽഡിങ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ് ടു പോയിന്റ് വയർലെസ് ലിങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ജനറൽ കേസിൽ അല്ലെങ്കിൽ ടിപ്പിക്കലി കമ്മ്യൂണിക്കേഷന് വേണ്ടി ശരിക്കും യൂസ് ചെയ്യുന്നത് ബ്രിഡ്ജ് അല്ലെങ്കിൽ റൂട്ടർ ഒക്കെയാണ്. ഓക്കെ, കോമൺ കേസിൽ. ഓക്കെ, ആൻഡ് ദ തേർഡ് ആപ്ലിക്കേഷൻ ഈസ് നൊമാഡിക് ആക്സസ്. നൊമാഡിക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ എന്തോ സംഭവമൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല. ഈ നൊമാഡിക്കിൻ്റെ മീനിങ് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മലയാളത്തിൽ പറഞ്ഞ സ്ഥിരവാസം ഇല്ലാത്ത, ഓക്കെ, അതാണ് നൊമാഡിക് എന്ന് പറയുന്ന മീനിങ്.
നൊമാഡിക് ആക്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വയർലെസ് ലിങ്ക്, ഓക്കെ, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഹബ്ബും ഒരു ആൻറ്റിന പ്ലേസ് ചെയ്യാവുന്ന ഒരു മൊബൈൽ ഡാറ്റ എക്യുപ്മെൻറ്റ്, നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ നോട്ട് പാഡ് കമ്പ്യൂട്ടർ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ലാൻ ഹബ്ബും ഈ ആൻറ്റിന പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് ഇവ തമ്മിലുള്ള ഒരു വയർലെസ് ലിങ്ക് വഴിയുള്ള ആക്സസിനെയാണ് നൊമാഡിക് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഓക്കെ, ഒരു ഓഫീസ്, അതിലെ ആ എംപ്ലോയി അവിടെ യൂസ് ചെയ്യുന്നത് വയർലെസ് ലാൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഓരോ എംപ്ലോയീസിലും ഓരോ കമ്പ്യൂട്ടറിനും വയർലെസ് ലാൻ വഴിയാണ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ലാൻ ഹബ്ബ് യൂസ് ചെയ്തിട്ടായിരിക്കും എല്ലാവർക്കും കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിലൊരു എംപ്ലോയി ആളുടെ ക്യാബിനിൽ നിന്നുകൊണ്ട് അതിൻ്റെ സെർവറിലേക്ക് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, കുറച്ച് സമയത്തിന് ശേഷം ഈ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് നെക്സ്റ്റ് ക്യാബിനിലോട്ട് പോവാണ്. സോ അയാളുടെ ലൊക്കേഷൻ മാറി, പക്ഷെ ആ കണക്ഷൻ വയർലെസ് ലാനുമായിട്ടുള്ള കണക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്യുന്നില്ല. ആ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൻ്റെ ആക്സസ് അയാൾക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ, അഡ്ഹോക്ക് നെറ്റ്വർക്കിംഗ്. അഡ്ഹോക്ക് എന്ന് പറയുമ്പോൾ ഈ വയർലെസ് ലാൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടെമ്പററി നെറ്റ്വർക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അഡ്ഹോക്ക് എന്നുകൊണ്ട് പറയുന്നത് ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക്. ദാറ്റ് മീൻ ഒരു സെൻട്രലൈസ്ഡ് സെർവർ അവിടെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഒരു ഓഫീസ്, അതിൽ ഫൈനൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യണം. ഓക്കെ, സോ ഈ എംപ്ലോയീസ് എല്ലാം ഒരു യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറോ സിസ്റ്റംസോ യൂസ് ചെയ്തുകൊണ്ട് വയർലെസ് ലാൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഒരു ടെമ്പററി നെറ്റ്വർക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഇതിനെ കൺട്രോൾ ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഇതൊരു പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് വയർലെസ് ലാൻ എക്സ്റ്റൻഷൻ, ക്രോസ് ബിൽഡിംഗ് ഇന്റർകണക്ട്, nomadic access and ad hoc networking. അഡ്ഹോക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഫിഗറാണത്. സോ ഇവിടെ 4 ലാപ്ടോപ്പ് ഉണ്ട്, ഈ സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വയർലെസ് ലിങ്ക് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണെന്നൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഡിവൈസിലേക്ക് ഒരു ഇൻഫർമേഷൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലിങ്ക് വഴി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ സിസ്റ്റം ഇല്ല. ആ ഒരു ഫീച്ചർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ വയർലെസ് ലാൻ്റെ ടോട്ടൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. വയർലെസ് ലാൻഡ്, ഓക്കെ, ഒരു ഹൈ സ്പീഡ് ബാക്ക് ബോൺ വയേർഡ് ലാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഹൈ സ്പീഡായിട്ടുള്ള ഒരു വയർഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഉണ്ടായിരിക്കും. സോ അതിനോടാണ് ഈ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഒക്കെ കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഹൈ സ്പീഡ് ബാക്ക് ബോൺ വയർഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ഉണ്ട്. സോ ഇവിടെ ഫൈനൽ നമ്പർ ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സിസ്റ്റംസിനെല്ലാം കണക്ട് ചെയ്ത ഒരു സെല്ലായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നൊമാഡിക് എന്ന് പറയുമ്പോൾ അതിനൊരു പെർമനൻറ്റ് ലൊക്കേഷൻ ഇല്ല. സോ അത് കണക്ട് ചെയ്തിട്ടില്ല. സോ റേഡിയോ സിഗ്നൽസ് വഴി ഇതിന് നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ആപ്ലിക്കേഷൻസിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ കേസിൽ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൺട്രോൾ മൊഡ്യൂൾസ് യൂസ് ചെയ്യാറുണ്ട്. ചില ആപ്ലിക്കേഷൻസിൽ എല്ലാത്തിനും കൂടി ഒരു കൺട്രോൾ മൊഡ്യൂൾ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓരോ സെൽസിനായിട്ട് അല്ലെങ്കിൽ ഓരോ ഏരിയാസിലും ഓരോ ഡിഫറെൻറ്റ് കൺട്രോൾ മൊഡ്യൂളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതാണ് വയർലെസ് ലാൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, and the next one cell wireless LAN configuration and multiple cell wireless LAN configuration. ഇതൊരു essay question ആണ്. സോ ഇതിൽ 1 cell wireless കോൺഫിഗറേഷൻ്റെയും മൾട്ടിപ്പിൾ സെല്ലിൻ്റെയും ഓരോ ഫിഗേഴ്സ് ഉണ്ട്. സോ ഈ ഫിഗർ വരച്ചിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ്, വയർലെസ് ലാൻ്റെ കൺസെപ്റ്റ്
വെച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സെൽ വയർലെസ് ലാൻ കോൺഫിഗറേഷൻ. വൺ സെല്ലായാലും മൾട്ടിപ്പിൾ സെല്ലായാലും ഒരു വയർലെസ് ലാനിന് നെറ്റ്വർക്ക്സ് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് നെറ്റ്വർക്ക്സ് കിട്ടണമെങ്കിൽ അവിടെ ഒരു ഈതർനെറ്റ് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഒരു വയേർഡ് ഈതർനെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ 100 Mbps ഈതർനെറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഈ ഒരു വയർലെസ് ലാനിന് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, ഈതർനെറ്റ് സ്വിച്ചാണത്. ഓക്കെ, എന്തായാലും ഇതിലൊരു സ്വിച്ചിലായിരിക്കും ഒരു വയർലെസ് ലാൻ കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി വയർലെസ് ലാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. വൺ സെൽ വയർലെസ് ലാൻ കോൺഫിഗറേഷനിൽ ഒരേ ഒരു CM ഉണ്ടായിരിക്കുള്ളൂ. CM മീൻസ് കൺട്രോൾ മൊഡ്യൂൾ. ഓക്കെ, ഈ കൺട്രോൾ മൊഡ്യൂളാണ് അതിലുള്ള എല്ലാ ഡിവൈസസിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷനിൽ 3 സിസ്റ്റംസ് ഉണ്ട്. ഈ 3 സിസ്റ്റംസിനെയും കൺട്രോൾ മൊഡ്യൂൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു സെർവർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു അഡീഷണൽ സിസ്റ്റം. വയർലെസ് ലാൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഈതർനെറ്റ്, ഒരു വയർനെറ്റ് വിത്തിൻ ദ വയർലെസ് ലാൻ ഒരു വയേർഡ് കണക്ഷൻ യൂസറിന് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഈതർനെറ്റാണിത്. ഓക്കെ, അപ്പോൾ യൂസറിൻ്റെ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് വയേഴ്സ് യൂസ് ചെയ്ത് വിത്തിൻ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൽ ഒരു നെറ്റ്വർക്ക്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതും ഈ CM കൺട്രോൾ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ അഗെയിൻ ഡാറ്റ റേറ്റ്സ് കുറവുള്ള ഒരു ഈതർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഈതർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് 3 സിസ്റ്റത്തിന് നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈതർനെറ്റിനും നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ വയർലെസ് ലാനിൽ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അതിൻ്റെ നെറ്റ്വർക്ക്സിൻ്റെ സെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഈ ഒരു CM തന്നെയാണ്, കൺട്രോൾ മൊഡ്യൂൾ തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ സെൽ വയർലെസ് ലാൻ കോൺഫിഗറേഷൻ. അപ്പോൾ ഒരേ ഒരു കൺട്രോൾ മൊഡ്യൂൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ കൺട്രോൾ മൊഡ്യൂൾ വെച്ചിട്ട് അതിലെ എല്ലാ ഡിവൈസസും, അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസും അല്ലെങ്കിൽ വിത്തിൻ വയർലെസ് ലാനിലുള്ള നെറ്റ്വർക്ക്സ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ മൾട്ടിപ്പിൾ സെൽ വയർലെസ് ലാൻ കോൺഫിഗറേഷൻ. മൾട്ടിപ്പിൾ സെൽ, പേര് പോലെ തന്നെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സെൽസ് ഉണ്ട്. സോ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കൺട്രോൾ മൊഡ്യൂൾസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെയാണെന്ന് നോക്കാം. ഹൈ സ്പീഡ് ഈതർനെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഇൻ്റർനെറ്റ് അല്ല ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും ഇൻ്റർനെറ്റ് ഈ ഒരു വയർലെസ് ലാനിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈതർനെറ്റ്, ഹൈ സ്പീഡ് ഈതർനെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒരു ബ്രിഡ്ജ് ഓർ റൂട്ടർ ഉണ്ട്. ഔട്ട്സൈഡ് വേൾഡിന് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ബ്രിഡ്ജോ റൂട്ടറോ യൂസ് ചെയ്തുകൊണ്ട് വേറൊരു വയർലെസ് കണക്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് വേണമെങ്കിൽ ഒരു സെർവറിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റത്തിനോ നെറ്റ്വർക്ക് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യാം. സോ എനിവേ ഔട്ട്സൈഡ് വേൾഡിലേക്ക് നെറ്റ്വർക്ക് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഈതർനെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 സെൽസ് ഉണ്ട്. ഓരോ സെൽസിലും സെപ്പറേറ്റ് കൺട്രോൾ മൊഡ്യൂൾസ് ഉണ്ട്. മൾട്ടിപ്പിൾ സെല്ലിന് ഓരോ സെല്ലിനും ഓരോ കൺട്രോൾ മൊഡ്യൂൾ ഉണ്ടായിരിക്കും. ഈ കൺട്രോൾ മൊഡ്യൂൾ വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഈതർനെറ്റിനായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ വൺ സെല്ലിലായാലും ഈതർനെറ്റ് കണക്ട് ചെയ്യുന്നത് CMനോട്, കൺട്രോൾ മൊഡ്യൂളിനോട് കണക്ട് ചെയ്യുന്നത് വയേർഡ് കണക്ഷനാണ്. ഓക്കെ, സോ ഈതർനെറ്റ് കൺട്രോൾ മൊഡ്യൂളായിട്ട് വയേഴ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ CM അതിലെ ഓരോ യൂസർ മൊഡ്യൂളായിട്ട്, അത് വേണമെങ്കിൽ സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ ഈതർനെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെർവറോ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിസ്റ്റംസോ ആയിരിക്കാം. ഓക്കെ, വയർലെസ് കണക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെൽസ് ഉണ്ട്. സോ ഓരോ സെല്ലിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള
ഫ്രീക്വൻസീസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 സെല്ലിൻ്റെ കേസിൽ ഇവിടെ ഒരേ ഒരു കൺട്രോൾ മൊഡ്യൂളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ കൺട്രോൾ മൊഡ്യൂൾ മാത്രമായിട്ടാണ് ഇവിടുത്തെ എല്ലാ ഡിവൈസസും കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ഒരു ഒറ്റ ഫ്രീക്വൻസി മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെൽസ് ഉണ്ട്. ഓരോ സെൽസിലും സെപ്പറേറ്റ് കൺട്രോൾ മൊഡ്യൂൾ ഉണ്ട്. സോ കൺട്രോൾ മൊഡ്യൂള് അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള യൂസർ മൊഡ്യൂളിന് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ലും സെൽ 1ഉം സെൽ 3ഉം ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. സോ ഇതിന് വേണമെങ്കിൽ സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യും, കാരണം ഇവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇല്ല. പക്ഷേ സെൽ 1 and 2 and 3 ഇവ തമ്മിൽ നിയറസ്റ്റ് പ്ലേസിലാണ്. അതുകൊണ്ട് തന്നെ 1ന് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി 2നും, അതേപോലെ 3ൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി 2ന് യൂസ് ചെയ്യാൻ പാടില്ല. സോ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, so this is multiple cell wireless LAN configuration. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.